പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 8ൻ്റെ ചാപ്റ്റർ 2വിലെ ഹൗ മെനി കോമ്പിനേഷൻസ് എന്നുള്ള പോർഷനാണ്. ഇതിനു മുമ്പുള്ള പോർഷൻസ് ഒക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോസ് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണുക, എന്നാലേ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ഇടയ്ക്കത്തെ വീഡിയോ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല കേട്ടോ. ചാപ്റ്റർ ആദ്യം പറഞ്ഞിരിക്കുന്നതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ബാക്കി വരുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്നും നിങ്ങൾ കാണാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഏസ്തു ഹാസ് 4 ഡ്രസ്സസ് ആൻഡ് 3 ക്യാപ്സ്. അപ്പോൾ ഏസ്തുവിൻ്റെ കയ്യിൽ 4 ഡ്രസ്സസും 3 ക്യാപ്സും ഉണ്ട്. ഹൗ മെനി ഡിഫറെൻറ്റ് വേയ്സ് ക്യാൻ ഏസ്തു കമ്പൈൻ ദ ഡ്രസ്സസ് ആൻഡ് ക്യാപ്സ്. അപ്പോൾ എത്ര ഡിഫറെൻറ്റ് വേയ്സിൽ ഈ ഡ്രസ്സസിനെയും ക്യാപ്സിനെയും കൂടെ ഏസ്തുവിന് കമ്പൈൻ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ 3 ക്യാപ്സ് ഉണ്ട്, 4 ഡ്രസ്സസും ഉണ്ട്. അപ്പോൾ എങ്ങനെ ഇതിനെ കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും? അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ എന്താ കാണിച്ചിരിക്കുന്നത്? ഈ ഒരു ക്യാപ്പിനെ 4 ഡ്രസ്സുകളുടെ കൂടെ ഇടാനായിട്ട് കഴിയും അല്ലേ. അപ്പോൾ ഈ ഒരു ക്യാപ്പ് വെച്ച് 4 വേയ്സിലിടാം. ഇനി അടുത്ത ഈ ക്യാപ്പിനെ എന്ത് ചെയ്യാൻ പറ്റും? ഈ 4 ഡ്രസ്സുകളുടെ കൂടെ ഇടാനായിട്ട് പറ്റും. അപ്പോൾ വീണ്ടും 4 വന്നു. ഇനി ഇതിനെയും എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്യാപ്പിനെയും ഈ 4 ഡ്രസ്സുകളുടെ കൂടെയും ഇടാനായിട്ട് കഴിയും. അപ്പോൾ വീണ്ടും 4. ഫോർ ഈച്ച് ക്യാപ്പ് ഹി ക്യാൻ ചൂസ് എനി ഓഫ് ദി 4 ഡ്രസ്സസ്. സോ ഫോർ 3 ക്യാപ്സ് എങ്ങനെ വരും? 4 + 4 + 4. അതായത് 4നെ 3 ടൈംസ് ആഡ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് 4 × 3 = 12 കോമ്പിനേഷൻസ് ആർ പോസിബിൾ. അപ്പോൾ ഈ 3 ക്യാപ്പുകളും 4 ഡ്രസ്സസും വെച്ച് 12 കോമ്പിനേഷൻസ് ഇവിടെ പോസിബിളാണ്. ഇനി ഓരോ ഡ്രസ്സും ക്യാപ്പുകളുമായിട്ടുള്ള കോമ്പിനേഷൻ നോക്കിയേ. ഇവിടെ ഈ ഡ്രസ്സ് ഈ 3 ക്യാപ്പുകളുടെ കൂടെ ഇടാനായിട്ട് കഴിയും. അപ്പോൾ 3 കോമ്പിനേഷൻസ് നമുക്ക് കിട്ടി. അടുത്തത് ഈ ഡ്രസ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 ക്യാപ്പുകളുടെ കൂടെ പറ്റും. അപ്പോൾ വീണ്ടും 3 കോമ്പിനേഷൻസ് കിട്ടി. ഇനി ഈ ഡ്രസ്സും ഈ 3 ക്യാപ്പുകളുടെ കൂടെ ഇടാനായിട്ട് പറ്റും. അപ്പോൾ വീണ്ടും നമുക്ക് 3 കിട്ടി. അതേപോലെ അടുത്ത ഡ്രസ്സും ഈ 3 ക്യാപ്പുകളുടെ കൂടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീണ്ടും 3 കിട്ടി. 3 + 3 + 3 + 3 ഇതെന്ന് പറയുന്നത് എന്താണ്? 3യെ 4 ടൈംസ് ആഡ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് 3 × 4 ദാറ്റ് ഈസ് = 12. അപ്പോൾ വി ക്യാൻ ഓൾസോ ലുക്ക് at it as for each dress as you can choose any of the 3 caps. So for 4 outfits 3 + 3 + 3 + 3 = 3 × 4 = 12 കോമ്പിനേഷൻസ് ആർ പോസിബിൾ. ഇവിടെയും 12 കോമ്പിനേഷൻസ് പോസിബിളാണ്. അപ്പോൾ എങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാലും നമുക്കിവിടെ 12 കോമ്പിനേഷൻസ് നമുക്കിവിടെ കിട്ടും. ഇനി നോക്കിയാൽ റോക്സി ഹാസ് 7 ഡ്രസ്സസ് 2 hats and 3 pairs of shoes. How many different ways can Roxy dress up? അപ്പോൾ റോക്സിയുടെ കയ്യിൽ 7 ഡ്രസ്സസ് 2 ഹാറ്റ്സ് 3 pairs of shoes ഉണ്ട്. എത്ര ഡിഫറെൻറ്റ് വേയ്സിൽ റോക്സിക്ക് ഡ്രസ്സപ്പ് ചെയ്യാനായിട്ട് കഴിയും? ട്രൈ ഡ്രോയിങ് എ ഡയഗ്രാം ലൈക്ക് ദി എബവ് വൺ. അപ്പോൾ ഇതേപോലത്തെ ഡയഗ്രാം വരച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 4 ഡ്രസ്സസും 3 ക്യാപ്സും വന്നപ്പോൾ എന്തായിരുന്നു? 4 × 3 വേയ്സിൽ ചെയ്യാൻ പറ്റി അല്ലേ. 4 ഡ്രസ്സസും 3 ക്യാപ്പും ഉള്ളപ്പം 4 × 3 ചെയ്യാൻ പറ്റി. അപ്പോൾ റോക്സിയുടെ കയ്യിൽ 7 ഡ്രസ്സസും 2 ഹാറ്റ്സും 3 പെയർ ഓഫ് ഷൂവും ഉള്ളപ്പോൾ എങ്ങനെ ചെയ്യാം? 7 ഡ്രസ്സസും 2 ഹാറ്റ്സും ഉള്ളപ്പോൾ തന്നെ ഇത് രണ്ടും കൂടെ തന്നെ 7 × 2 14 വേയ്സിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ 3 പെയർ ഓഫ് ഷൂസും ഉണ്ട് അല്ലേ. അപ്പം ഈ 14 × 3 ദാറ്റ് ഈസ് 42. അപ്പോൾ ടോട്ടൽ 42 വേയ്സിൽ ഇതിനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പിക്ചർ ഒന്ന് വരച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ പിക്ചർ ഞാൻ വരച്ചിട്ടുണ്ട്. 7 ഡ്രസ്സസ് 2 ക്യാപ്സ് 3 പെയർസ് ഓഫ് ഷൂസ്. ഇതിനെ എത്ര ഡിഫറെൻറ്റ് വേയ്സിൽ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ചെയ്ത് കാണിച്ചു 42 വേയ്സിൽ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് കാണിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി ഇത് 3ഉം കൂടെ എന്ത് ചെയ്യണം? ഒരേപോലെ വരണം. അതായത്
ഡ്രസ്സും ഹാറ്റും ഷൂവും കൂടെ വരണം അല്ലേ. അപ്പോൾ അതാ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഡ്രസ്സും ഈ ഹാറ്റും, ഈ ഡ്രസ്സ് ഇട്ടു, ഈ ഹാറ്റ് വെച്ചു. എന്നിട്ട് വേണം എന്ത് ചെയ്യാം, ഈ ഷൂ ഇടാം, ഈ ഷൂ ഇടാം, ഈ ഷൂ ഇടാം. അപ്പോൾ ഇവിടെ എത്രയായി? ടോട്ടൽ 1 2 3 അല്ലേ, 3 ആയി. ഈ ഡ്രസ്സും ഈ ഹാറ്റും കൂടെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഈ പെയർ ഇടാം, ഇതിടാം, ഇതിടാം. അപ്പോൾ മൊത്തം ഇത് രണ്ടും കൂടെ 3, ഈ ഹാറ്റും ഇതും കൂടെ വെച്ചിട്ട് വീണ്ടും 3. അപ്പോൾ ടോട്ടൽ 6 ആയി അല്ലേ. ഇവിടെ 6 ആയി. അതായത് ഈ ഡ്രസ്സും ഈ ഹാറ്റും ഷൂവും കൂടെ വെച്ചിട്ട് ടോട്ടൽ 6 ആയി. അപ്പോൾ ഇതേപോലെ ഓരോ ഡ്രസ്സുകൾക്കും എന്ത് ചെയ്യാം, ഇതേപോലെ എഴുതാം. ഓരോ ഡ്രസ്സുകൾക്കും 6 6 വെച്ച് കോമ്പിനേഷൻസ് വരും അല്ലേ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ഈ ഡ്രസ്സും ഈ ഹാറ്റും വെച്ചിട്ട് അതിൻ്റെ കൂടെ ഈ 3 പെയർ ഷൂകൾ നമുക്ക് ചെയ്യാം. ആദ്യം ഈ ഡ്രസ്സും ഈ ഹാറ്റും ഈ പെയറോ ഷൂ. അപ്പോൾ 1, ഇവിടെ 2, ഇവിടെ 3. ഇനി ഇത് രണ്ടും കൂടെ വെച്ചിട്ട് അപ്പോൾ ഇത് 4, ഇത് 5, ഇത് 6. അപ്പോൾ ഒരു ഡ്രസ്സും ഇതുമായിട്ട് വെച്ചിട്ട് 6 കോമ്പിനേഷൻസ് ഉണ്ട്. അതേപോലത്തെ 7 ഡ്രസ്സസ് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 6 × 7 42 എന്ന് നമുക്ക് എഴുതാം. ഈ ഒരു മെത്തേഡിൽ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഡ്രസ്സും ഈ ഹാറ്റുകളും കൂടെ തന്നെ എത്ര വരും? 7 ഡ്രസ്സസും 2 ക്യാപ്സും ആണ്. അപ്പോൾ 7 × 2 14 കോമ്പിനേഷൻസ് ആയി. ഇനി അതിൻ്റെ കൂടെ 3 പെയർസ് ഓഫ് ഷൂവും കൂടെ വരുമ്പോൾ 14 × 3 42 കോമ്പിനേഷൻസ് മൊത്തം നമുക്ക് കിട്ടും. ഓക്കെ. Esthu and Roxy came across a safe containing old stamps and coins that their great grandfather had collected. അപ്പോൾ ഏസ്തുവും റോക്സിക്കും ഒരു സേഫ് കിട്ടി. അതായത് അതിനകത്ത് ഓൾഡ് സ്റ്റാമ്പ്സും കോയിനും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സേഫ് കിട്ടി. അവളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അത് കളക്ട് ചെയ്തതായിരുന്നു. ഇറ്റ് വാസ് സെക്യൂർഡ് വിത്ത് എ 5 digit പാസ്വേഡ്. അപ്പോൾ ഇത് ഒരു 5 digit പാസ്വേഡ് വെച്ച് സെക്യൂർ ചെയ്തിട്ടുള്ളതായിരുന്നു. സിൻസ് നോബഡി നോ ദ പാസ്വേഡ്, ആർക്കും അതിൻ്റെ പാസ്വേഡ് അറിയില്ലായിരുന്നു. ദേ ഹാഡ് നോ ഓപ്ഷൻ എക്സെപ്റ്റ് ടു ട്രൈ എവരി പാസ്വേഡ് അണ്ടിൽ ഇറ്റ് ഓപ്പൺ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നത് വരെ ഇതിൻ്റെ പാസ്വേഡ് ട്രൈ ചെയ്യുകയല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നും അവർക്ക് ഇല്ലായിരുന്നു. കാരണം അവർക്ക് അതിൻ്റെ പാസ്വേഡ് അറിയില്ലായിരുന്നു. അപ്പോൾ ഓരോ നമ്പേഴ്സ് ഇട്ടിട്ടിട്ടിട്ട് അതിൻ്റെ പാസ്വേഡ് ട്രൈ ചെയ്യുകയല്ലാതെ വേറെ ഓപ്ഷൻ അവർക്ക് ഇല്ലായിരുന്നു. They were unlucky and the lock only opened with the last password after they had tried all possible combinations. അപ്പോൾ അവർ അൺലക്കി ആയിരുന്നു. കാരണം എന്താണ്? എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും ട്രൈ ചെയ്തിട്ട് ലാസ്റ്റ് പാസ്വേഡിലാണ് ഈ ലോക്ക് ഓപ്പൺ ആയത്. ഹൗ മെനി പാസ്വേഡ്സ് ഡിഡ് ദേ എൻഡ് അപ്പ് ചെക്കിങ്? അപ്പോൾ ഇവർ എത്ര പാസ്വേഡ് ഇവർ ചെക്ക് ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയേ, ഇൻസ്റ്റെഡ് ഓഫ്, അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇൻസ്റ്റെഡ് ഓഫ് എ 5 digit ലോക്ക്, ലെറ്റ് us assume we have a 2 digit ലോക്ക് and try to find out how many passwords are possible. അപ്പോൾ ആ തുടക്കത്തിലെ തന്നെ 5 digit വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അറിയാൻ വയ്യാത്തത് കൊണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് 5 digitൻ്റെത് വെച്ച് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടി നമുക്ക് ചെറിയ ഡിജിറ്റിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 5 digitന് പകരം നമ്മളിവിടെ 2 digit ലോക്ക് എടുക്കുന്നു. അപ്പോൾ എത്ര പാസ്വേഡുകൾ പോസിബിൾ ആണ് എന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ദർ ആർ 10 ഓപ്ഷൻസ് ഫോർ ദി ഫസ്റ്റ് ഡിജിറ്റ് 0 to 9. അപ്പോൾ ഡിജിറ്റ്സിൽ 0 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റുകളുണ്ടല്ലേ. 0 1 2 3 4 5 6 7 8 9. അപ്പോൾ 0 തൊട്ട് 9 വരെ മൊത്തം 10 digits ആണുള്ളത്. 10 ഓപ്ഷൻസ് ഉണ്ട്. ഫോർ ഈച്ച് ഓഫ് ദീസ് ദർ ആർ 10 ഓപ്ഷൻസ് ഫോർ ദി സെക്കൻഡ് ഡിജിറ്റ്. ഇഫ് 0 ഈസ് ദി ഫസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ ഇവിടെ 2 digit ലോക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ 2 digitൽ ഫസ്റ്റ് 0 to 9 ഉണ്ട്. അടുത്തതിലും 0 തൊട്ട് 9 വരെ ഇതാ ഇങ്ങനെയുണ്ടല്ലേ. അപ്പം 10 digits ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ 2 digit ലോക്കിൽ നമ്മൾ എന്തൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം? 0 0 ചെയ്യാം, 0 1 ചെയ്യാം, 0 2 ചെയ്യാം, 0 3 ചെയ്യാം, 0 4 ചെയ്യാം. അങ്ങനെ 0 9 വരെ പോസിബിളാണ്.
അപ്പോൾ എത്രയായി? 10 ആയി അല്ലേ? അപ്പോൾ 0 മാത്രം വെച്ചിട്ട് എത്രയായി? 10 പോസിബിലിറ്റീസ് വന്നു. ഇനി അടുത്തത് 1 വെച്ചിട്ടും 1 0 1 1 1 2 1 3 1 4 1 5 അങ്ങനെ 10 പോസിബിലിറ്റീസ് വരും. അടുത്തത് 2 വെച്ചിട്ടും 10 പോസിബിലിറ്റീസ് വരും. 3 വെച്ചിട്ടും 10 പോസിബിലിറ്റീസ് വരും. അങ്ങനെ 9 വരെ വരുമ്പോഴത്തേന് 10 ടൈംസ്, അതായത് എങ്ങനെ വരും? 10 ഇങ്ങനെ 10 ആഡ് ചെയ്ത് 10 പ്രാവശ്യം 10 ആഡ് ചെയ്യും. അതെന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 10 × 10 ഈക്വലാണ്. 10 ടൈംസ് ആഡ് ചെയ്യാന്ന് വെച്ചാൽ 10 × 10 ആണ്. അപ്പോൾ എന്ത് കിട്ടും? 100 പോസിബിലിറ്റീസ് വരും. അതായത് 2 ഡിജിറ്റ് ലോക്കിൽ നമുക്ക് 100 പോസിബിലിറ്റീസ് നമുക്ക് കിട്ടും. Now suppose we have a 3 digit lock. ഇനി നമ്മൾ 3 ഡിജിറ്റ് ലോക്ക് എടുക്കുന്നു. For each of the earlier 100 passwords അല്ലേ? മുകളിൽ 2 ഡിജിറ്റ് ആയിരുന്നപ്പോൾ നമുക്ക് 100 പാസ്വേഡ്സ് ഉണ്ടായിരുന്നു. There are 10 choices for the third digit. അപ്പോൾ തേർഡ് ഡിജിറ്റ് കൂടെ വന്നപ്പോൾ വീണ്ടും ഇവിടെ എന്തായി? 10 ചോയ്സസും കൂടെ വന്നു. അപ്പോൾ 2 ചോയ്സസ് ആയിരുന്നപ്പോൾ നമുക്ക് 100 പോസിബിലിറ്റീസ് ആയിരുന്നു. വീണ്ടും 3 ഡിജിറ്റ്സ് ആയപ്പോൾ വീണ്ടും 10 പോസിബിലിറ്റീസും കൂടെ ഇവിടെ, അതായത് 10 ചോയ്സസും കൂടെ ഇവിടെ വന്നു. അപ്പോൾ ഈ 100ൻ്റെ കൂടെ വീണ്ടും എന്ത് ചെയ്യാം? 100ൻ്റെ കൂടെ വീണ്ടും നമുക്ക് 10 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1000 കോമ്പിനേഷൻ ഫോർ 3 ഡിജിറ്റ് ലോക്ക്. അപ്പോൾ 3 ഡിജിറ്റ് ലോക്കിൽ 1000 കോമ്പിനേഷൻസ് ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ എന്തൊക്കെയായിരിക്കും? 0 0 0 അല്ലേ? 0 0 0 0 0 1 0 0 2 0 0 3 അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത അവസാനം 9ൽ 999 വരെ വരും. അതായത് 3 ഡിജിറ്റ് ലോക്കിനകത്ത് 0 0 0 തുടങ്ങി 999 വരുന്നിടം വരെ മൊത്തം 1000 പോസിബിലിറ്റീസ് ഇവിടെ വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ മെനി 5 ഡിജിറ്റ് പാസ്വേഡ്സ് ആർ പോസിബിൾ? അങ്ങനെയാണെങ്കിൽ എത്ര 5 ഡിജിറ്റ് പാസ്വേഡ്സ് പോസിബിൾ ആണ്? അപ്പോൾ ഓരോ ഡിജിറ്റിനും 10 ചോയ്സസ് വെച്ചുണ്ട്. സോ എ 5 ഡിജിറ്റ് ലോക്ക് വിൽ ഹാവ്, അപ്പോൾ ആദ്യത്തെ 1 ഡിജിറ്റ് ആണെങ്കിൽ 10, 2 ഡിജിറ്റ് ആണെങ്കിൽ 10 × 10, 3 ഡിജിറ്റ്സ് ആണെങ്കിൽ 10 × 10 × 10, 4 ഡിജിറ്റ്സ് ആകുമ്പോൾ ഒരു 10ഉം കൂടെ വരും, 5 ഡിജിറ്റ്സ് ആകുമ്പോൾ ഒരു 10ഉം കൂടെ വരും. അപ്പോൾ നമ്മൾ മുകളിൽ കണ്ടു 2 ഡിജിറ്റ്സ് ആയപ്പോൾ 100 ആയിരുന്നു. 100 എന്ന് പറയുന്നത് 10 × 10 ആണ്. അടുത്തത് 3 ഡിജിറ്റ് ആയപ്പോൾ എന്തായി? 1000 ആയിരുന്നു. അതെന്ന് പറയുന്നത് 10 × 10ൻ്റെ കൂടെ വീണ്ടും ഒരു 10ഉം കൂടെ വന്നതാണ്. അപ്പോൾ 4 ഡിജിറ്റ്സ് ആണെങ്കിൽ ഈ 10 × 10 × 10ൻ്റെ കൂടെ വീണ്ടും ഒരു 10ഉം കൂടെ വരും. അപ്പോൾ എത്ര പോസിബിലിറ്റീസ് ആയിരിക്കും? 10,000 പോസിബിലിറ്റീസ് ആയിരിക്കും. അപ്പോൾ 5 ഡിജിറ്റ്സ് ആകുമ്പോൾ എന്ത് വരും? 10 അതായത് 10നെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 10⁵5 പോസിബിലിറ്റീസ് അല്ലെങ്കിൽ പാസ്വേഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതെന്ന് പറയുന്നത് എന്താണ്? 1,00,000 പാസ്വേഡ്സ്. ദിസ് ഈസ് സെയിം ആസ് റൈറ്റിംഗ് നമ്പേഴ്സ് ടിൽ എവിടെ വരെ എഴുതാം? എവിടെ തൊട്ടാണ്? ഇപ്പോൾ 5 ഡിജിറ്റ്സ് ആയതുകൊണ്ട് 0 0 0 0 0 5 0 ഇവിടം തൊട്ട് അടുത്ത എന്തായിരിക്കും? 0 0 0 1 ഇങ്ങനെ തുടങ്ങി 9 9 9 9 9 ഇവിടെ വരെ ഉള്ള പാസ്വേഡുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും എണ്ണം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവരുടെ ലോക്കർ ഓപ്പൺ ആയത്. അപ്പോൾ S2 എന്ത് പറഞ്ഞു? S2 സേസ് നെക്സ്റ്റ് ടൈം ഐ വിൽ ബൈ എ ലോക്ക് ദാറ്റ് ഹാസ് 6 slot വിത്ത് ദ ലെറ്റേഴ്സ് A to Z. ഐ ഫീൽ ഇറ്റ് ഈസ് സേഫർ. അപ്പോൾ നോക്കിയേ, S2 പറഞ്ഞു അടുത്തത് 6 സ്ലോട്ടുകളുള്ള ലോക്ക് ആയിരിക്കും S2 വാങ്ങാനായിട്ട് പോകുന്നത്. ഓരോ സ്ലോട്ടിലും A to Z ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഹൗ മെനി പാസ്വേഡ്സ് ആർ പോസിബിൾ വിത്ത് സച്ച് എ ലോക്ക്? അപ്പോൾ അങ്ങനത്തെ ഒരു ലോക്കിൽ എത്ര പാസ്വേഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക? അപ്പോൾ 6 സ്ലോട്ട്സ് ഉണ്ട്, 26 ലെറ്റേഴ്സ് ആണ്. A to Z വരെ 26 ലെറ്റേഴ്സ് ആണുള്ളത്.
അപ്പോൾ ചോയ്സസ് ഓഫ് ലെറ്റേഴ്സ് ഫോർ ഈച്ച് സ്ലോട്ട് ഈസ് ഈക്വൽ ടു 26. ടോട്ടൽ പോസിബിൾ പാസ്വേഡ് കോമ്പിനേഷൻസ് ഓഫ് എ ലോക്ക് വിത്ത് 6 സ്ലോട്ട്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 26 × 26 × 26, അതായത് 26നെ 6 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതെന്ന് പറയുന്നത് എന്താ? 26⁻6. ഇവിടെ എത്ര പാസ്വേഡ്സ് കാണും? 26⁻6 പാസ്വേഡ്സ് ആയിരിക്കും ഇതിന് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും പോർഷൻസ് മതി. ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.